പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അതിഥി സൽക്കാരം ചെയ്ത് ആരും പരാജയപ്പെട്ടിട്ടില്ല, ദരിദ്രരായി തീർന്നിട്ടില്ല, അവരുടെ കരം ശൂന്യമായി പോയിട്ടില്ല. ദൈവവചനം നമ്മളോട് പറയുന്നു, അതിഥി സൽക്കാരം മറക്കരുതെന്ന്. കർത്താവ് നമ്മിൽ നിന്ന് അത് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ലാസർ, മാർത്ത, മറിയയുടെ ഭവനം യേശുവിനെ സൽക്കരിച്ച ഭവനമാ അല്ലേ? ആയതുകൊണ്ട് ആ ഭവനം മേൽക്കുമേൽ അനുഗ്രഹിക്കപ്പെട്ടു. അബ്രഹാമിൻ്റെയും സാറയുടെയും അരികിൽ 3 ദൈവപുരുഷന്മാരെത്തിയപ്പോൾ അവർ ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റാലിറ്റിയാ അവിടെ ചെയ്തത്. അവർക്ക് വേണ്ടുന്ന ഏറ്റവും നല്ല ഭക്ഷണം കരുതി കൊടുത്തു. ദൈവം അവരോട് എങ്ങനെയാ പ്രതിഫലം കൊടുത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അബ്രഹാമിൻ്റെയും സാറയുടെയും തലമുറകളെ, ദൈവജനത്തെ 40 വർഷം മരുഭൂമിയിൽ ഒരു നന്മയ്ക്കും മുട്ടില്ലാതെ സ്വർഗം പരിപാലിച്ചില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, കർത്താവിൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നുവെങ്കിൽ ദൈവം കുറിച്ചിടും, അതിന് പ്രതിഫലം തരും. ദൈവം ആരോടും കടക്കാരനല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് തന്ന നന്മ അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. എന്തു തന്നെയാണെങ്കിലും, ഭക്ഷണമാണെങ്കിൽ അത് ഭവനത്തിൽ കയറി വരുന്നവരെ വിശപ്പോടെ പറഞ്ഞയക്കാതെ അവർക്കൊരു നേരത്തെ ആഹാരം കൊടുക്കുന്നത് നമുക്കും നമ്മളുടെ തലമുറകൾക്കും അനുഗ്രഹമാണ്. നമ്മളുടെ കരത്തിൽ സ്വർഗം നൽകിയിരിക്കുന്ന സാമ്പത്തിക നന്മകൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത് കർത്താവ് ആഗ്രഹിക്കുന്ന വ്യക്തികളുമായി. നിങ്ങൾക്ക് വിവേചനവരം വേണം. ആര് ആവശ്യത്തിലിരിക്കുന്നോ അവരെ മനസ്സിലാക്കി അവർക്കായി നിങ്ങളുടെ കരം അയച്ചു കൊടുക്കുന്നത്, അതെ, നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന താമസ സൗകര്യം ദൈവഹിതപ്രകാരം മറ്റുള്ളവർക്കായി പങ്കുവെക്കുന്നത്, ഇതൊക്കെ ഭയങ്കര അനുഗ്രഹമാണ്. കർത്താവ് തന്ന ആ വാഹനമുണ്ടല്ലോ, അത് പ്രാർത്ഥിച്ച് നേടിയ വാഹനമല്ലേ? അതിൽ നമ്മൾ തന്നെ യാത്ര ചെയ്യാതെ അതിനകത്ത് ചില പ്രിയപ്പെട്ടവരെയും കൂടി ഒന്ന് കൊണ്ടുപോയേ ആരാധനയ്ക്ക് കൊണ്ടുപോകുകയും കൊണ്ടുവരികയും ഒക്കെ ഒന്ന് ചെയ്യുവാൻ ആ വാഹനം ഒന്ന് ഉപയോഗിച്ചേ. അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ തലമുറകൾക്ക് പോലും അനുഗ്രഹമായി തീരത്തക്കവണ്ണം ദൈവാത്മാവ് കുറിച്ചിടും. അവിടെ ആരോടും കടക്കാരനല്ല. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ അല്പസമയം മുമ്പ് എൻ്റെ ചില സഹോദരങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട ഒരു കാര്യമാണ്. ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ ദൈവം കരുതുവാൻ അതിനൊരു കാര്യമുണ്ട്. കർത്താവ് ഓർത്ത് വെച്ച് നീതിയോടെ ന്യായത്തോടെ കൊടുത്ത പ്രതിഫലമാണ്. കാരണം മാതാപിതാക്കളാകുന്ന അബ്രഹാമും സാറയും വിതച്ചു. അവരുടെ തലമുറകൾ മരുഭൂമിയിൽ കൊയ്യത്തക്കവണ്ണം ദൈവകരം പ്രവർത്തിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളാകുന്ന നമുക്ക് നന്മ വിതയ്ക്കാം, അതിഥി സൽക്കാരം വിതയ്ക്കാം, മറ്റുള്ളവരെ ഉൾക്കൊള്ളാം, സ്നേഹിക്കാം. നമ്മുടെ സൗമ്യത, വിനയം, സ്നേഹം അത് മറ്റുള്ളവരിലേക്ക് ഒഴുകപ്പെടട്ടെ. അതിനായിട്ട് നമ്മെ ഓരോരുത്തരെയും ഹോളി സ്പിരിറ്റ് ബലപ്പെടുത്തട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ നല്ല മാതൃക കണ്ട് വളരെ തക്കവണ്ണം ഭാവിയിൽ അവരും അവരുടെ ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്യത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, അങ്ങ് തരുന്ന സകല നന്മയും അവിടുത്തെ ഹിതപ്രകാരം പങ്കുവയ്ക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആരോഗ്യം, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സമ്പത്ത്, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സുഖ സൗകര്യങ്ങൾ അത് ഞങ്ങൾക്ക് ആസ്വദിച്ച് തീരേണ്ടതിനല്ലല്ലോ. അങ്ങയുടെ അനേകം മക്കൾ ഇതൊന്നുമില്ലാതെ ഭാരപ്പെടുമ്പോൾ അവരെയൊക്കെ ചേർത്ത് പിടിക്കുവാൻ, അവർക്കൊക്കെ ഞങ്ങളുടെ നന്മകൾ പങ്കുവെക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം അത് ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി നന്ദി. കഴിഞ്ഞ നാളുകളിൽ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അതിനായി ബലപ്പെടുത്തിയതിന് സ്തോത്രം. ഇനിയും മേലാലും 1000 മടങ്ങ് അത് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ. ഓരോ ദിവസവും ഞങ്ങളോട് സംസാരിക്കുന്നതിന് നന്ദി. മഹത്വപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അതിഥി സൽക്കാരം മറക്കരുത്. ബ്ലെസ് യു.